നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നടന്മാർ ചെറുപ്പമായി അഭിനയിച്ച ചില മികച്ച സീനുകളെ പറ്റിയാണ്. ഇപ്പോൾ ഗോട്ട് സിനിമയുടെ സോങ് വന്നിരിക്കുകയാണ്. ഈ സിനിമയിൽ വിജയണ്ണൻ ഒരു യങ്ങർ ലുക്കിൽ വരുന്നുണ്ട്. ഡി ഏജിങ് ടെക്നോളജിയാണ് ഇതിന് യൂസ് ചെയ്തത്. ഇതിനു മുമ്പും ഇന്ത്യൻ സിനിമയിൽ ചെറുപ്പമായി അഭിനയിക്കുന്നതിന് വേണ്ടി പല ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അധികം ചെലവില്ലാതെ സിമ്പിളായി ചെറുപ്പമാക്കുന്ന ഒരു ടെക്നിക്കാണ് നടന്മാരുടെ ചെറുപ്പമായ ലുക്ക് വേറെ യങ്ങറായ നടന്മാരെ കൊണ്ട് അഭിനയിപ്പിക്കുക. ഈ ഒരു ടെക്നിക്ക് ഒരുപാട് സിനിമയിൽ കാണാം. പോക്കിരി രാജ സിനിമയിലെല്ലാം നമുക്ക് കാണാം. പോക്കിരി രാജയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു പക്ഷേ റീൽസിലൂടെ കണ്ടിട്ടുണ്ടാവും. എന്താണെന്നറിയില്ല, ചില സീരിയസ് സീനുകളിൽ മ്യൂസിക് ചേർക്കുമ്പോൾ ആ സീനുകൾ വളരെ കോമഡിയായി മാറുന്നു. പുതിയറക്കാര് പോയിട്ട് പോയാ മതി. എന്നാ പിന്നെ പുതിയറക്കാര് തന്നെ ആദ്യം പോ. ഇതുപോലെ മറ്റൊരു ടെക്നിക്കാണ് ഒട്ടും തന്നെ ചെലവില്ലാത്ത സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. 1990 ഇൻ ഹരിഹർ നഗർ സിനിമ പുറത്തിറങ്ങി. ഈ സിനിമയുടെ രണ്ടാം ഭാഗം 2009 പുറത്തിറങ്ങിയത്. രണ്ടാം ഭാഗത്തിൽ ഒന്നാം ഭാഗത്തിൽ നടക്കുന്ന ചില കണ്ടിന്യൂവേഷൻ സീനുകൾ വേണമായിരുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവരെ എല്ലാവരെയും 90s ലുക്ക് കൊണ്ടുവരിക എന്നത് അല്പം പ്രയാസകരമാണ്. എന്നാൽ സിമ്പിളായി വണ്ണിന്റെ കണ്ടിന്യൂവേഷൻ സീനുകൾ ഈ സിനിമയിലും കൊണ്ടുവന്നു. എന്താണ് ചെയ്തതെന്നാൽ ഫേസ് കാണിക്കാത്ത രീതിയിൽ ക്യാമറ ആംഗിൾ മുകളിൽ നിന്നും ബാക്കിൽ നിന്നും എടുത്തു. ഈ ഒരു ടെക്നിക്കും പല സിനിമകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മഹാദേവ, ഇത് നമുക്ക് 4 ആയിട്ട് പങ്കുവച്ചാലോ? വേണ്ടടാ, നമുക്കിത് അവകാശപ്പെട്ടതല്ല. ഈ ചോരയുടെ മണമുള്ള സ്വത്ത് നമുക്ക് വേണ്ടടാ. അത് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഞാൻ എടുത്തോളാം. അടുത്തൊരു ടെക്നിക്കാണ് നടന്മാരുടെ പഴയ സീനുകൾ അതേപടി കോപ്പി ചെയ്യുക എന്നത്. സാമ്രാജ്യം 2 എന്ന സിനിമയിൽ മധുവിന്റെ ചില യങ്ങർ ലുക്ക് വേണമായിരുന്നു. ഇതിനായി യൂസ് ചെയ്തത് സാമ്രാജ്യം 1 സിനിമയുടെ സീൻ തന്നെ എടുത്തു. ശേഷം ഡയലോഗുകൾ പുതിയതായി ഡബ് ചെയ്തു. ഞാൻ ഇന്നിത് ബാക്കി പോണില്ല, മുത്തശ്ശനെ കൂടെ തന്നെ നിൽക്കാം. വേണ്ട, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒരിക്കലും നീ ഇവിടെ നിൽക്കരുത്. ഞാൻ പറയുമ്പോൾ നീ ഇങ്ങോട്ട് വന്നാൽ മതി. ഈ ഒരു ടെക്നിക്കും ഒരുപാട് സിനിമകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നടന്മാർ റിയലായി ചെറുപ്പമായി അഭിനയിച്ച സീനുകൾ നോക്കാം. അതിൽ ആദ്യത്തെ നടനാണ് നമ്മുടെ സൂര്യാണ്ണൻ. സൂര്യാണ്ണന് സമയം കൊടുക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്ത് ടീനേജർ ലുക്കിലേക്ക് വരുന്നതാണ്. ചില നടന്മാർക്ക് മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കൂ. ഇതിന്റെ കാരണം അവരുടെ ബോഡി ടൈപ്പും ഫേഷ്യൽ മസിൽസിന്റെ സ്ട്രക്ചറുമാണ്. 2008 പുറത്തിറങ്ങിയ വാരണമായിരം സിനിമയിൽ സൂര്യ പല ലുക്കിൽ വരുന്നുണ്ട്. വയസ്സായ ലുക്ക്, മസ്കുലറായ യങ്ങർ ലുക്ക്, ടീനേജ് ലുക്കിൽ വരെ വരുന്നുണ്ട്. മാസങ്ങളോളം ഹാർഡ് വർക്ക് ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്താണ് ഈ ഒരു ലുക്കിലേക്ക് വരുന്നത്. കഷ്ടപ്പെട്ട് വർക്ക്ഔട്ട് ചെയ്ത് 2009 പുറത്തിറങ്ങിയ ആദവൻ എന്ന സിനിമയിൽ സൂര്യയുടെ ചൈൽഡ്ഹുഡ് കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് സൂര്യാണ്ണനെ ഒരു ചെറിയ കുട്ടിയായി കാണാം. എന്താ തെറ്റെന്ന് പറ. അകത്ത് അടച്ചുപൂട്ടിയിരുന്ന ലോകം അറിയില്ലെന്ന് പറഞ്ഞ് ഞാനാണ് അവനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തുവിടുന്നത്. ഗോലി കളിച്ചാൽ എന്താ തെറ്റ്? ഈ ഒരു സീൻ എങ്ങനെ ഉണ്ടാക്കിയെന്നാൽ ഇത് പഴയ ഒരു സിനിമയാണ്. ഡി ഏജിങ് ടെക്നോളജി ആ ടൈമിൽ ഇന്ത്യയിൽ പോപ്പുലറേ അല്ല. ഇതും സൂര്യാണ്ണന്റെ ലുക്ക് മേക്കപ്പിലൂടെയാണ് ചെയ്തത്. സൂര്യാണ്ണന്റെ ഫേസ് മേക്കപ്പിലൂടെ ചെറുപ്പമാക്കി മാറ്റി. ശേഷം ഒരു യഥാർത്ഥ കുട്ടിയെ യൂസ് ചെയ്ത് ഇത്തരം സീനുകളെല്ലാം ഷൂട്ട് ചെയ്തു. ശേഷം ഗ്രീൻ സ്ക്രീനിൽ സൂര്യാണ്ണന്റെ ഫേസ് യൂസ് ചെയ്ത് ഈ സെയിം സീൻ വീണ്ടും ഷൂട്ട് ചെയ്തു. ശേഷം രണ്ടും കൂട്ടിച്ചേർത്തു. അടുത്ത നടനാണ് ഇൻസ്റ്റന്റായി ജസ്റ്റ് മേക്കപ്പിലൂടെ ചെറുപ്പമാവാൻ കഴിവുള്ള മറ്റൊരു നടൻ. ആ ഒരു നടനാണ് ധനുഷ്. ധനുഷിന്റെ ബോഡി ടൈപ്പും ഫേഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം വെച്ചുകൊണ്ട് ഈസിയായി ഏതൊരു പ്രായത്തിലേക്കും ട്രാൻസ്ഫോം ചെയ്യാം. താടി വളർത്തിയാൽ ഒരു മിഡിൽ ഏജ് മാനായും ഓൾഡ് മാനായും ധനുഷിന് അഭിനയിക്കാം. ഇനി യങ്സ്റ്റർ ആവണമെങ്കിൽ ജസ്റ്റ് ഷേവ് ചെയ്യാനുള്ള സമയം കൊടുത്താൽ മതി. ഇൻസ്റ്റന്റ് ആയി തന്നെ യങ്സ്റ്റർ ആയി ട്രാൻസ്ഫോം ചെയ്യാം. ഈസിയായി ഇൻസ്റ്റന്റ് ആയി ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന പ്രത്യേക നടന്മാരിൽ ഒരാളാണ് ധനുഷ്. ധനുഷിന്റെ സ്കിന്നി ബോഡി ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി വെയിറ്റ് ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫേഷ്യൽ ഫീച്ചേഴ്സ് വെച്ച് ക്ലീൻ ഷേവ് ലുക്കിലും നല്ല മാച്ചിങ് ഉള്ള നടന്മാർക്ക് ഇത്തരം ട്രാൻസ്ഫോർമേഷൻസ് ഈസിയായി ചെയ്യാം. അടുത്തത് മേക്കപ്പിലൂടെ തന്നെ ടീനേജർ ലുക്ക് അല്ലെങ്കിലും മിഡിൽ ഏജ് ലുക്കിലേക്ക് ഈസിയായി ട്രാൻസ്ഫോം ചെയ്യുന്ന നടന്മാരാണ്. അതിൽ ആദ്യത്തെ നടനാണ് നമ്മുടെ മമ്മൂക്ക. മമ്മൂക്കയ്ക്ക് ഇന്ന് 72 വയസ്സുണ്ട്. ജസ്റ്റ് മേക്കപ്പിലൂടെ തന്നെ ഒരു മിഡിൽ ഏജ് മാനായി ഇന്നും മമ്മൂക്ക നായകനായി അഭിനയിക്കുന്നു. അടുത്ത നടനാണ് നമ്മുടെ രജനികാന്ത്. രജനികാന്തിന് ഇന്ന് 72 വയസ്സുണ്ട്. എങ്കിലും ഡി ഏജിങ്ങിന്റെ സഹായമില്ലാതെ മേക്കപ്പിലൂടെ മാത്രം ഇന്നും രജനികാന്ത് ഒരു മിഡിൽ ഏജ് മാനായി നായകനായി അഭിനയിക്കുന്നു. അടുത്തത് ഡി ഏജിങ് ആണ്.
കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ചെറുപ്പമാക്കുന്ന CGI യൂസ് ചെയ്ത് ചെറുപ്പമാക്കുന്ന പ്രക്രിയയാണ് DAging. ഇതൊരു പുതിയ ടെക്നോളജിയാണ്. ഏറ്റവും കൂടുതലായി ഇത് യൂസ് ചെയ്യുന്നത് ബോളിവുഡിലാണ്. ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ കൽക്കി സിനിമയിൽ നമുക്ക് അമിതാഭ് ബച്ചന്റെ യങ്ങർ വെർഷൻ കാണാം. പലരും കരുതിയിരുന്നത് അഭിഷേക് ബച്ചനാണ് ഈ സീനുകളിൽ അഭിനയിച്ചതെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് അമിതാഭ് ബച്ചനെ DAging ചെയ്തതാണ്. 2022 രാം ചരനും ചിരഞ്ജീവിയും ഒന്നിച്ചഭിനയിച്ച സിനിമയായിരുന്നു ആചാര്യ. ഈ ഒരു സിനിമയിൽ DAgingലൂടെ ചിരഞ്ജീവിയെ യങ്ങർ ലുക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഗോട്ട് എന്ന സിനിമയിൽ യഥാർത്ഥത്തിൽ യങ്ങർ ലുക്കിലേക്ക് കൊണ്ടുവരാൻ വിജയണ്ണനും DAgingന്റെ ആവശ്യമില്ല. ടൈം എടുത്ത് ബോഡി ട്രാൻസ്ഫോമിലൂടെയും ഒപ്പം മേക്കപ്പിലൂടെയും വിജയണ്ണനെയും യങ്സ്റ്റർ ലുക്കിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ഗോട്ട് എന്ന സിനിമ ഒരു നിശ്ചിത ടൈം ഷെഡ്യൂളിൽ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്ത സിനിമയാണ്. ഒരു ടൈം ഗ്യാപ്പ് കൊടുത്തിരുന്നെങ്കിൽ വിജയണ്ണനും മേക്കപ്പിലൂടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യാമായിരുന്നു. എന്തൊക്കെയായാലും സിനിമ റിലീസ് ആകുമ്പോഴേക്കും DAging സീനുകൾ കൂടുതൽ മികച്ചതാക്കും. അടുത്തത് ഇന്ത്യയിലെ തന്നെ ആദ്യമായി DAging യൂസ് ചെയ്ത സിനിമയാണ്. ആ സിനിമയാണ് 2016 പുറത്തിറങ്ങിയ ബോളിവുഡ് സിനിമയായ ഷാരൂഖ് ഖാന്റെ ഫാൻ എന്ന സിനിമ. ഈ സിനിമയിൽ ഷാരൂഖ് ഖാൻ 2 റോളുകളിൽ വരുന്നുണ്ട്. ആര്യൻ ഖന്ന, ഗൗരവ് ചന്ന എന്ന ക്യാരക്ടേഴ്സ്. ആര്യൻ ഖന്ന എന്ന ക്യാരക്ടർ വലിയൊരു സെലിബ്രിറ്റിയാണ്. അതായത് റിയൽ ലൈഫ് ഷാരൂഖ് ഖാന്റെ പോലെ തന്നെ. ഇന്ന് ഷാരൂഖ് ഖാന്റെ പ്രായം 58 വയസ്സാണ്. ഈ ഒരു ക്യാരക്ടറും 50കളിൽ നിൽക്കുന്ന ഷാരൂഖ് ഖാന്റെ സെയിം ലുക്കുള്ള ക്യാരക്ടറാണ്. എന്നാൽ ഗൗരവ് ചന്ന എന്ന ക്യാരക്ടർ വെറും 25 വയസ്സായ സാധാരണ ക്യാരക്ടറാണ്. ആര്യൻ ഖന്നയുടെ വലിയൊരു ഫാനാണ് ഗൗരവ് ചന്ന. സിനിമകളിൽ വയസ്സാക്കാൻ വളരെ എളുപ്പമാണ്, ചെറുപ്പമാക്കാനാണ് പാട്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി 50കളിൽ നിൽക്കുന്ന ഷാരൂഖ് ഖാനെ 25 വയസ്സിലേക്ക് കൊണ്ടുവരണമായിരുന്നു. ഈ ഗൗരവ് ചന്ന എന്ന ക്യാരക്ടറിന് ആര്യൻ ഖന്നയുടെ ഒരു ഫേസ് കട്ടുമുണ്ട്. ഇതുകൊണ്ടെല്ലാം തന്നെയാണ് ഗൗരവ് ചന്ന ആര്യൻ ഖന്നയുടെ വലിയൊരു ഫാനായി മാറിയത്. ഗൗരവ് ചന്നയ്ക്ക് ആര്യൻ ഖന്നയുടെ ഫേസ് കട്ട് വേണം, എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ രണ്ടുപേരും ഡിഫറന്റുമായിരിക്കണം. ഇതിനുവേണ്ടി ഷാരൂഖ് ഖാനെ പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്യണമായിരുന്നു. ഇതിനായി ഹോളിവുഡ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു. ആദ്യമൊന്നും ഇദ്ദേഹത്തിന് ഡയറക്ടർ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല. ഷാരൂഖ് ഖാന്റെ ഫേസ് കട്ടും വേണം, എന്നാൽ ഡിഫറന്റുമായിരിക്കണം. 25 വയസ്സ് പ്രായം തോന്നിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഗൗരവ് ചന്ന എന്ന ക്യാരക്ടർ. മേക്കപ്പ് ആർട്ടിസ്റ്റ് അപ്പോൾ താൻ ഇതുവരെ ചെയ്ത എല്ലാ മോഡൽസും നോക്കി. അപ്പോഴാണ് അദ്ദേഹം ഹോളിവുഡ് നടനായ ബ്രാഡ് പിറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത മോഡൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ബ്രാഡ് പിറ്റിനെ ഓർമ്മ വന്നു. ഇങ്ങനെ ഇദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടായി. ഷാരൂഖ് ഖാന്റെ ഫേസ് സ്ലിമായ നീണ്ട ഒരു ഫേസ് ആണ്. ബ്രാഡ് പിറ്റിന്റെ ഫേസ് ഒരു റൗണ്ട് ഫേസ് ആണ്. ഷാരൂഖ് ഖാന്റെ ഫേസും ഇതുപോലെ ആക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇതിനുവേണ്ടി ഷാരൂഖ് ഖാനെ 6 മണിക്കൂർ പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്തു. 6 മണിക്കൂർ തുടർച്ചയായ മേക്കപ്പ് കഴിയുന്നതുവരെ ചെയറിൽ നിന്ന് എവിടേക്കും പോകാൻ പറ്റില്ല. ശേഷം ഷാരൂഖ് ഖാന്റെ ഹെയർ സ്റ്റൈൽ മാറ്റി. അവസാനം ഷാരൂഖ് ഖാനെ ഇങ്ങനെയാക്കി മാറ്റി. ഇതിനോടൊപ്പം CGI കൂടിയായപ്പോൾ 25 വയസ്സായ ഷാരൂഖ് ഖാൻ റെഡി. മേക്കപ്പിന് വേണ്ടി മാത്രം 3 കോടി രൂപയാണ് ചെലവായത്. ഇത്രയൊക്കെ ചെയ്തിട്ടും സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച സിനിമയായിരുന്നിട്ടും സിനിമ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറി. ഇതുപോലെ 2022 പുറത്തിറങ്ങിയ ലാൽ സിംഗ് ചദ്ദ എന്ന സിനിമയിൽ ഷാരൂഖ് ഖാൻ 19 വയസ്സുകാരനായി വരുന്നുണ്ട്. വെറും മിനിറ്റുകൾ മാത്രമുള്ള സീനായതിനാൽ മേക്കപ്പിനേക്കാൾ കൂടുതൽ CGI ആണ് ഇവിടെ യൂസ് ചെയ്തത്. പക്ഷേ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ